ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, ഫെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ പന്തപ്ലാവ്. പ്രധാന വാർത്തകൾ. 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. കാറിലെത്തിയ 6 അംഗ സംഘമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഒടുവിൽ കുട്ടി ഡോർ തുറന്ന് പുറത്തു ചാടി രക്ഷപ്പെട്ടു. പുനലൂരിൽ വീണ്ടും തെരുവുനായ് ശല്യം രൂക്ഷം. പ്രഭാത സവാരിക്കിറങ്ങിയ വൃദ്ധനെ തെരുവുനായി ആക്രമിച്ചു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് കോർട്ടിൽ സംസ്ഥാനതല ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. നജീബ് മുഹമ്മദ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പുനലൂരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. കാറിലെത്തിയ 6 അംഗ സംഘമാണ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. പേപ്പർ മിൽ റോഡിൽ കാർമേൽ മാർത്തോമ പള്ളിക്ക് സമീപമായിരുന്നു സംഭവം. വ്യാഴാഴ്ച വൈകുന്നേരം 6:45 ട്യൂഷൻ കഴിഞ്ഞെത്തിയ വിദ്യാർത്ഥിയെ സംഘം ബലമായി കാറിൽ കയറ്റുകയായിരുന്നു. ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് നടന്നു വരുന്ന വരിയിൽ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ കർമേൽ പള്ളിയുടെ അവിടെ വെച്ച് ഒരു ബ്ലൂ ഒമിനിയിരുന്ന 2 ഇവിടെ കയറി പിടിച്ചു, കോളറിൽ കയറി പിടിച്ച് അവർ എൻ്റെ കാല് പുറത്ത് ഇരിക്കുമായിരുന്നു. കാലിനകത്ത് ഷൂ ഉരിപ്പ് അവർ പിടിച്ച് അകത്ത് കയറ്റി എന്നെ സൈഡിലിരുത്തിയേക്കുമായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഒരു വീട് പോലൊരു സ്ഥലത്തിൻ്റെ അടുത്ത് വന്ന് കുറച്ച് ഫ്രണ്ടിൽ വന്നപ്പം എനിക്ക് ആദ്യമേ വലിച്ചു നോക്കിയപ്പോൾ പറ്റിയില്ല. ഏറ്റവും അവസാനം ഞെക്കി വലിക്കുമ്പം വരുമെന്ന് മനസ്സിലായി. അങ്ങനെ ഞെക്കി ഞാൻ വലിച്ച് ഞാൻ പുറത്തിയാടി. അപ്പം പുറത്ത് ചാടുന്നതിന് കുറച്ച് നേരം മുമ്പേ വിളിച്ചപ്പം അതിനകത്ത് ഇരുന്ന ആള് പറഞ്ഞു, ഇത് വിരട്ടി വിട്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിലോടി വന്നു. 2 പേര് ഫ്രണ്ടിലും 4 പേര് ബാക്കിലും ഉണ്ടായിരുന്നു. എല്ലാവരും മുഹമ്മദ്. ഫ്രണ്ടിൽ ഡ്രൈവർ മാത്രം മുഹമ്മദ്. ഇല്ല, ബ്ലൂ കളർ. തുടർന്ന് വിദ്യാർത്ഥി വീട്ടിലെത്തുകയും ചെയ്തു. കാറിലെത്തിയവർ മുഖംമൂടി ധരിച്ചിരുന്നതായി പറയപ്പെടുന്നു. വിദ്യാർത്ഥിയും രക്ഷിതാവും പുനലൂർ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് പരാതിയും നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ കഞ്ചാവുമായി 4 അംഗ സംഘം അറസ്റ്റിൽ. സർക്കിൾ ഇൻസ്പെക്ടർ PK ഹരികുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് പ്രതികൾ പിടിയിലായത്. വിളക്കുടി മണ്ണാങ്കുഴി സ്വദേശി വിനീത്, അടൂർ പറക്കോട് സ്വദേശി ശ്രീകുമാർ, തമിഴ്നാട് സ്വദേശി വേലുസ്വാമി, പുനലൂർ തലയാങ്കുളം സ്വദേശി അയ്യപ്പൻ എന്നിവരാണ് അറസ്റ്റിലായത്. 450 പൊതി കഞ്ചാവ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ദേശീയപാതയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ KSRTC ബസിൽ നിന്നാണ് ശ്രീകുമാറും വേലുസ്വാമിയും പിടിയിലായത്. 100 പൊതി കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. അതിർത്തിയിൽ പരിശോധന ശക്തമാക്കിയതിനാൽ പ്രത്യേക അറയിലാക്കി ശരീരത്തിൽ കെട്ടിവച്ചായിരുന്നു ബസിൽ കഞ്ചാവ് കടത്ത്. വാഹന പരിശോധനയ്ക്കിടെയാണ് അയ്യപ്പനും അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന്
180 പൊതി കഞ്ചാവും പിടിച്ചെടുത്തു. തമിഴ്നാട്ടിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കുമാണ് കഞ്ചാവ് വിറ്റിരുന്നതെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു. പൊതി ഒന്നിന് 180 രൂപ നിരക്കിലായിരുന്നത്രേ വിൽപ്പന. ഇൻസ്പെക്ടർ പ്രശാന്ത്, പ്രിവന്റീവ് ഓഫീസർ സുനിൽകുമാർ, സിവിൽ ഓഫീസർമാരായ അനീഷ് ആർക്കച്ച്, ആരോമൽ, ഡി യോനാസ്, ജി അഭിലാഷ്, എസ് സുനിൽകുമാർ, കെ ഗോപകുമാർ എന്നിവർ തിരച്ചിലിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. കെ വി ഗണേഷ് കുമാർ MLA അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വിവിധ വിഷയങ്ങളിൽ തീരുമാനവുമെടുത്തു. 2017 ജനുവരി മാസത്തെ പത്തനാപുരം താലൂക്ക് വികസന സമിതി യോഗം പത്തനാപുരം MLA കെ വി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ താലൂക്ക് ആസ്ഥാനത്ത് നടന്നു. യോഗത്തിൽ ത്രിതല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഓഫീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കുകൊണ്ടു. പത്തനാപുരം നെടുമ്പറമ്പ് മുതൽ കല്ലുംകടവ് വരെയുള്ള റോഡിന്റെ സൈഡുകളിലുള്ള അനധികൃത പാർക്കിങ്ങിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനും അനധികൃത പാർക്കിംഗ് നടത്തുന്ന വാഹനങ്ങൾക്ക് പിഴ നൽകുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പോലീസ് അധികാരികൾക്ക് താലൂക്ക് വികസന സമിതി യോഗം നിർദ്ദേശം നൽകി. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വാട്ടർ കണക്ഷൻ ലഭ്യമാക്കാവുന്ന സ്ഥലങ്ങളിൽ ആയതിലേക്കുള്ള നടപടി സ്വീകരിക്കുന്നതിനും താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനമായി. കൂടാതെ പാതയോരത്തെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് PWD, സോഷ്യൽ ഫോറസ്ട്രി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ വിപണനവും ഉപയോഗവും തടയുന്നതിന് ഉദ്യോഗസ്ഥർ കർശന നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. പതിവായി KSRTC ട്രിപ്പ് മുടക്കുന്നത് സംബന്ധിച്ച പരാതികൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിന് ATOയ്ക്ക് യോഗം നിർദ്ദേശം നൽകി. ഇറിഗേഷൻ കനാൽ സർവേ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും താലൂക്ക് വികസന സമിതി യോഗത്തിൽ നിർദ്ദേശം നൽകി. കൂടാതെ നിരന്തരമായി യോഗങ്ങളിൽ പങ്കെടുക്കാത്ത വകുപ്പ് തല ഉദ്യോഗസ്ഥരോട് വിശദീകരണം ആവശ്യപ്പെടുന്നതിനും യോഗം തീരുമാനിച്ചു. താലൂക്ക് ആസ്ഥാനത്ത് നടന്ന വികസന സമിതി യോഗ തീരുമാനങ്ങൾ കെ വി ഗണേഷ് കുമാർ MLA വിശദീകരിച്ചു. ടൗണിലെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി SIക്ക് പൂർണ്ണ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശബരിമലയുടെ മെഗാവിളക്ക് വരുന്ന പ്രമാണിച്ച് പരമാവധി പ്രദേശങ്ങളിലെ ഈ ട്രാഫിക് വണ്ടികൾ ഏറ്റവും ഒതുക്കി പാർക്ക് ചെയ്യാനും അനാവശ്യമായിട്ടുള്ള പഞ്ചായത്ത് അനുവദിക്കാത്ത ഒരു ഓട്ടോ സ്റ്റാൻഡും അനുവദിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് SI അതിന് വേണ്ട ആക്ഷൻ എടുക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഷോപ്പിംഗ് മാളിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞു. എത്രയും പെട്ടെന്ന് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി അതിനുള്ള നടപടി തുടങ്ങുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കൂടംകുളത്തെ സംബന്ധിച്ചൊരു ആശങ്കയുണ്ട്. കൂടംകുളം ലൈൻ വരുന്നതിനെക്കുറിച്ച് നമ്മൾ പുതിയൊരു പ്രപ്പോസൽ, കൂടംകുളം അവിടെ പരിസരവാസികളായ ജനങ്ങളുടെ ഒരു ടവർ മാറ്റി സ്ഥാപിക്കുന്ന ഒരു പ്രപ്പോസൽ ഉണ്ട്. ആ പ്രപ്പോസൽ കൂടംകുളത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ചു കൊടുക്കുകയും MLAയുടെയും കളക്ടറുടെയും സാന്നിധ്യത്തിൽ, ജനങ്ങളുടെ സാന്നിധ്യത്തിൽ സ്ഥലം അതിന് വിദഗ്ധർ സന്ദർശിച്ചിട്ട് അത്തരത്തിൽ മാറ്റി ഫാമിംഗ് കോർപ്പറേഷന്റെ തോട്ടത്തിനുള്ളിലൂടെ കൊണ്ടുപോകുന്ന പ്രപ്പോസൽ പ്രായോഗികമാണെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള നടപടിയെടുക്കാൻ എല്ലാ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കനാൽ പുറമ്പോക്ക് നിവാസികൾക്ക് പട്ടയം അനുവദിച്ചത് പട്ടയ സമരസമിതിയുടെ ശ്രമഫലമായാണെന്ന് സമരസമിതി നേതാക്കൾ. പട്ടയം നൽകിയ LDF സർക്കാരിനെ സമരസമിതി നേതാക്കൾ നന്ദി അറിയിച്ചു. കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് പട്ടയം നൽകുന്നതിനുള്ള വ്യവസ്ഥ പുനഃപരിശോധിക്കണമെന്ന് സംയുക്ത പട്ടയ സമരസമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായ തെമ്മല ഇറിഗേഷനുമായി ബന്ധപ്പെട്ട തെമ്മല ഭാഗം മുതൽ വാഴപ്പാറ വരെയുള്ള കനാൽ പുറമ്പോക്ക് നിവാസികൾക്ക് പട്ടയം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് 2015 ഫെബ്രുവരിയിൽ ഒരു ആക്ഷൻ കൗൺസിൽ, സംയുക്ത സമരസമിതി എന്ന പേരിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ആ രൂപീകരണത്തിന് ശേഷം മുൻ ഗവൺമെന്റിനെയും നിലവിലുള്ള ഗവൺമെന്റിനെയും സമീപിച്ചുകൊണ്ട് പട്ടയത്തിന്റെ ആവശ്യകത അറിയിക്കുകയും അതിനെതിരെ സമരം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിലവിലെ LDF ഗവൺമെന്റ് കനാൽ പുറമ്പോക്ക് നിവാസികൾക്ക് 10 സെന്റ് പട്ടയം നൽകുന്നതിന്റെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന് സമരസമിതി സ്വാഗതം ചെയ്യുകയും അതിന് LDF ഗവൺമെന്റിന് അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കാൻ വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം ഇവിടെ കൂടിയത്. സർക്കാർ 10 സെന്റ് ഭൂമിക്ക് പട്ടയം നൽകിയ തീരുമാനം സ്വാഗതാർഹമാണെന്നും സമരസമിതിയുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. 10 സെന്റിൽ കൂടുതൽ കൈവശം വെച്ചിരിക്കുന്നവർക്ക് ആ ഭൂമി കൃഷിക്ക് ആവശ്യമായി വിട്ടു നൽകാൻ നടപടി ഉണ്ടാകണം.
കനാലിന്റെ പരിധിയിൽ വരുന്ന 15 മീറ്ററുള്ളിൽ താമസിക്കുന്ന അർഹരായവർക്ക് ഈ പ്രദേശങ്ങളിലുള്ള ഭൂമി തന്നെ കണ്ടെത്തി പതിച്ചു നൽകുക. അനർഹർ കൈവശം വച്ചിരിക്കുന്ന ഭൂമി നാടിന്റെ വികസനത്തിനും പൊതു ആവശ്യങ്ങൾക്കും ഉപയോഗപ്രദമാക്കണം. 1970കളിൽ കനാൽ ടണൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇളപ്പുപാറ പ്രദേശത്തു നിന്നും മാറ്റി സ്ഥാപിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് അന്നു നൽകിയ 20 സെന്റോ അതിലധികമോ വരുന്ന ഭൂമി അവർക്ക് തന്നെ പതിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരസമിതി ഉന്നയിക്കുന്നത്. 80 കാലഘട്ടങ്ങൾ മുതൽ കനാലിന്റെ കമ്മീഷൻ കഴിഞ്ഞ ആ കാലം മുതൽ ഇതിന്റെ ഇരുകരകളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുടിയേറി പാർത്തുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 1000-ഓളം കുടുംബങ്ങൾ തെന്മല മുതൽ ഏതാണ്ട് നമ്മുടെ കൊല്ലം ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള കലഞ്ഞൂർ വാഴപ്പാറ വരെയുള്ള പ്രദേശങ്ങളിൽ ഏതാണ്ട് 1000-ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന മേഖലയാണ് ഈ കനാലിന്റെ പുറമ്പോക്ക് ഭൂമി. 80-ന് ശേഷം താമസിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്ക് നാളിതുവരെയായിട്ട് സർക്കാരിൽ നിന്ന് യാതൊരു ആനുകൂല്യങ്ങളോ മറ്റു സഹായങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ആ നിലയ്ക്കാണ് ഈ സമരസമിതി ഏതാണ്ട് 2015 ഫെബ്രുവരിയോടുകൂടി ആരംഭിക്കുകയും ഇതിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ്, താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ് തുടങ്ങിയ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് നിരന്തരം അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടും യാതൊരു നടപടി ഉണ്ടാവാതെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഞങ്ങൾ മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, ജലസേചന വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രി എന്നിവരെ പോയി കാണുകയും നേരിട്ട് കണ്ട് ചർച്ച നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 3 സെന്റ് ഭൂമി മുൻ സർക്കാരിന്റെ കാലത്ത് അത് ഭൂരഹിത കേരളം പദ്ധതി ഉൾപ്പെടുത്തി കനാലിന്റെ ഒഴികെ തോട്, റോഡ്, പുറമ്പോക്കുകൾ പതിച്ചു നൽകണം എന്നുള്ളൊരാവശ്യം വെച്ചുകൊണ്ട് സീറോ ലാൻഡുകാർക്ക് ഭൂമി അനുവദിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സർവേ നടത്തുകയുണ്ടായി. ആ സർവേ ഈ സർക്കാരിന്റെ അവസാന കാലഘട്ടമായതുകൊണ്ടും പുതിയ പൊതു തെരഞ്ഞെടുപ്പ് വന്നതിന്റെ അടിസ്ഥാനത്തിലും ആ ഒരു നടപടിക്രമം പൂർത്തീകരിക്കാൻ കഴിയാതെ വീണ്ടും വന്ന LDF സർക്കാരിനെ ഈ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 3 സെന്റ് എന്ന ഒരു കൺസെപ്റ്റില് ഈ പട്ടയത്തിന്റെ വിഷയം വരികയും തങ്ങൾ നിരന്തരമായി നടത്തിയ സമര പോരാട്ടങ്ങളുടെ കൂടി ബലമായിട്ടാണ് കനാൽ പുറമ്പോക്കിൽ വർഷങ്ങളായി താമസിച്ചു വരുന്നവർക്ക് പട്ടയം ലഭ്യമായതെന്ന് സമരസമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. സമരസമിതി രക്ഷാധികാരി S. ദിലീപ്, K. മധു, S. സമദ്, ബിന്ദു S. നായർ, തോമസ് മത്തായി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകര, പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകാല, പുനലൂർ. ഫോൺ 9388709485. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കേസ്. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ്,
എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാട്. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. പുനലൂരിൽ വീണ്ടും തെരുവുനായ ശല്യം രൂക്ഷം. പ്രഭാത സവാരിക്കിറങ്ങിയ വൃദ്ധനെ തെരുവുനായി ആക്രമിച്ചു. ശരീരം മുഴുവൻ മാരകമായ മുറിവുകളേറ്റ വൃദ്ധനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിറവന്തൂർ മുക്കടവ് അശ്വതി ഭവനിൽ വാസുദേവനാചാരിയാണ് നായയുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. എലിക്കാട്ടൂർ മുക്കടവ് റോഡിൽ പ്ലൈവുഡ് ഫാക്ടറിക്ക് സമീപം ബുധനാഴ്ച പുലർച്ചെ 6-നായിരുന്നു സംഭവം. പതിവായി നടക്കാനിറങ്ങുന്ന വാസുദേവനൊപ്പം കുടുംബാംഗങ്ങളോ അയൽവാസികളോ സാധാരണ ഉണ്ടാകാറുണ്ട്. എന്നാൽ ബുധനാഴ്ച ഇദ്ദേഹം ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പ്ലൈവുഡ് ഫാക്ടറിക്ക് സമീപം എത്തിയപ്പോൾ ഓടി വന്ന നായ ആക്രമിക്കാനൊരുങ്ങി. ഊന്നുവടി കൊണ്ട് ആക്രമണം ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹം നിലത്തു വീണു. ഈ സമയം നായ വാസുദേവന്റെ ശരീരത്താകമാനം കടിക്കുകയായിരുന്നു. വിജനമായ സ്ഥലമായതിനാൽ സംഭവം ആരും അറിഞ്ഞില്ല. പിന്നീടാണ് ബന്ധുക്കൾ വിവരമറിഞ്ഞത്. ഉടൻ തന്നെ അദ്ദേഹത്തെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. 5 ദിവസം മുമ്പ് പുനലൂർ MACT കോടതി പരിസരത്തെ കോടതി ജീവനക്കാരനും വൃദ്ധയുമടക്കം 5 പേരെ തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ KSRTC ഡിപ്പോയ്ക്ക് മുന്നിലെ അനധികൃത വാഹന പാർക്കിംഗ് അപകടമുണ്ടാക്കുന്നു. നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. ചില സ്വകാര്യ വാഹനങ്ങൾ യാതൊരു മാനദണ്ഡവും കൂടാതെയാണ് ഇവിടെ അനധികൃത പാർക്കിംഗ് നടത്തുന്നത്. സമാന്തര സർവീസ് നടത്തുന്ന വാഹനങ്ങളും അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. ഇതിനു പുറമെ സ്റ്റാൻഡിന് മുന്നിലെ റോഡിൽ ഓട്ടോകൾ നടത്തുന്ന അനധികൃത പാർക്കിംഗും അപകട കാരണമാകുന്നു. യാത്രക്കാർക്ക് റോഡിൽ ബസ് കാത്തു നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഓട്ടോറിക്ഷകളുടെ അനധികൃത പാർക്കിംഗ്. തിരുവനന്തപുരത്തു നിന്നും മറ്റുമെത്തുന്ന KSRTC ബസ്സുകൾ ഇവിടെ നിർത്തിയിടാൻ കഴിയാത്ത തരത്തിൽ അനധികൃത പാർക്കിംഗ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. രാത്രികാലങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യമില്ലാത്തതും പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള റെയിൽവേ ഗേറ്റ് താൽക്കാലികമായി അടച്ചു. റെയിൽവേ ബ്രോഡ് ഗേജ് പാതയുടെ നിർമ്മാണത്തിനായാണ് ഗേറ്റ് അടച്ചത്. ഇതോടെ ചെറിയ വാഹനങ്ങൾ തൂക്കുപാലത്തിന് മുന്നിലൂടെയുള്ള ഫർണിക്കാവ് പാതയിലൂടെയാണ് സർവീസ് നടത്തുന്നത്. ബസ്സുകളും മറ്റും റെയിൽവേ ഗേറ്റിനപ്പുറം നിർത്തിയിടുകയാണ്. പുനലൂർ ഇടമൺ പാത കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണ്. താൽക്കാലികമായാണ് ഗേറ്റ് അടച്ചിട്ടുള്ളത്. ഗേറ്റ് അടച്ചതോടെ നഗരത്തിലെത്താനുള്ളവരും സ്കൂൾ കുട്ടികളുമെല്ലാം വലഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ആഗ്രോ ഫ്രൂട്ട്സ് ഫാക്ടറി കടുത്ത പ്രതിസന്ധിയിൽ. ഉൽപാദനം പൂർണ്ണതോതിൽ ആരംഭിക്കാൻ ഇനിയും കഴിഞ്ഞില്ല. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള പഴവർഗ സംസ്കരണശാലയാണ് പുനലൂർ ആഗ്രോ ഫ്രൂട്ട്സ് ഫാക്ടറി. ഒരു കാലത്ത് നല്ല ലാഭം നേടിയിരുന്ന ഫാക്ടറി ഇന്ന് ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വിപണി കീഴടക്കി ജനപ്രിയ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി വൻ ലാഭം കൊയ്തിരുന്ന സ്ഥാപനം ഇന്ന് തകർച്ചയിലാണ്. കോടികൾ മുടക്കി 2 വർഷം മുമ്പേ നവീകരണം പൂർത്തിയാക്കിയിട്ടും ഉൽപാദനം ആരംഭിക്കാൻ കഴിയാതെ ഫാക്ടറി പ്രതിസന്ധി നേരിടുകയാണ്. ആധുനിക സംവിധാനങ്ങളെല്ലാം ഉൽപാദനത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. എന്നാൽ ഉൽപാദനം മാത്രം ഇനിയും പൂർണ്ണ തോതിലായിട്ടില്ല. തൊഴിലാളികളും അവരുടെ ആശ്രിതരും തൊഴിലില്ലാതെ വലയുമ്പോൾ മാനേജ്മെന്റിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. ഇനി പ്രതീക്ഷ സംസ്ഥാന സർക്കാരിൽ മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ.
മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഫോൺ 0475 2273 634. മനോഹരവും ഉറപ്പുള്ളതുമായ ഫർണിച്ചറുകൾ സ്വന്തം പണിശാലയിൽ മാത്രം നിർമ്മിച്ചു നൽകുന്നു. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. എല്ലാവിധ തടികളും ഉരുപ്പടികളും മൊത്തമായും ചില്ലറയായും മിതമായ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് കോർട്ടിൽ സംസ്ഥാനതല ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. നജീബ് മുഹമ്മദ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് പരമാധ്യക്ഷനും മൗണ്ട് താബോർ ദേറ സുപ്പീരിയറുമായിരുന്ന കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 3ാമത് അഖില കേരള ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. നജീബ് മുഹമ്മദ് മത്സരം ഉദ്ഘാടനം ചെയ്തു. മൗണ്ട് താബോർ ദേറ സുപ്പീരിയർ CO ജോസഫ് റമ്പാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PP ജോൺ കുട്ടി, സണ്ണീസ് കറിയ, അലക്സ് ദാനിയേൽ, കോശി തോമസ്, ബിനു ദാനിയേൽ, ജേക്കബ് ജോർജ്, ബാബു വർഗീസ്, B. റോയി, എബിൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് മത്സരവും അരങ്ങേറി. ആദ്യ മത്സരത്തിൽ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളും പതാരം SM-ഉം തമ്മിൽ ഏറ്റുമുട്ടി. ആദ്യ മത്സരത്തിൽ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് HSS വിജയിച്ചു. തുടർന്ന് നടന്ന മത്സരത്തിൽ മാവേലിക്കര ഇൻഫന്റ് ജീസസ് ഹൈസ്കൂൾ പുനലൂർ ടോക്കച്ച് ഹൈസ്കൂളുമായി ഏറ്റുമുട്ടി. ഈ മത്സരത്തിൽ മാവേലിക്കര ഇൻഫന്റ് ജീസസ് സ്കൂൾ വിജയം ഉറപ്പിച്ചു. നാളെ സെമിഫൈനൽ മത്സരം അരങ്ങേറും. സംസ്ഥാനത്തെ പ്രമുഖ ടീമുകൾ തമ്മിലുള്ള മത്സരം വിവിധ ദിവസങ്ങളിൽ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല, ആര്യങ്കാവ് പഞ്ചായത്തുകൾ കേന്ദ്രമാക്കി ഫയർഫോഴ്സ് യൂണിറ്റ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വനമേഖല ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ തീപിടുത്തം പതിവ് സംഭവം. വനമേഖല ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് തെന്മല, ആര്യങ്കാവ് മേഖലകൾ. ഇവിടെ തീപിടുത്തം പതിവ് സംഭവമാണ്. വനത്തിൽ തീ പടരുമ്പോൾ
കിലോമീറ്ററുകൾ ദൂരെ പുനലൂരിൽ നിന്നാണ് ഫയർഫോഴ്സ് എത്തേണ്ടത്. ഇത് പലപ്പോഴും വനമേഖല കത്തിക്കരിയാൻ ഇടയാക്കുന്നു. യൂക്കാലിത്തോട്ടങ്ങളും അടിക്കാടുകളും ഉൾപ്പെടെ കത്തി നശിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഓരോ സീസണിലും സർക്കാരിനുണ്ടാകുന്നത്. ഇതിന് പരിഹാരം കാണണമെങ്കിൽ തെന്മല, ആര്യങ്കാവ് മേഖലകളിൽ ഫയർഫോഴ്സ് യൂണിറ്റ് ആരംഭിക്കേണ്ടതുണ്ട്. ഈ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ഇനിയും നടപടിയായിട്ടില്ല. എത്രയും വേഗം ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. കാറിലെത്തിയ 6 അംഗ സംഘമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഒടുവിൽ കുട്ടി ഡോർ തുറന്ന് പുറത്തു ചാടി രക്ഷപ്പെട്ടു. പുനലൂരിൽ വീണ്ടും തെരുവുനായ് ശല്യം രൂക്ഷം. പ്രഭാത സവാരിക്കിറങ്ങിയ വൃദ്ധനെ തെരുവുനായി ആക്രമിച്ചു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് കോർട്ടിൽ സംസ്ഥാനതല ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് നജീബ് മുഹമ്മദ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. 2ാം ഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555.